ഹലോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു അക്വപോണിക് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രഷ് പച്ചക്കറികളും വിഷമടിക്കാത്ത ഫ്രഷ് പച്ചക്കറികളും വിഷമില്ലാത്ത ഫ്രഷ് മീനും നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ ഈ അക്വപോണിക് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 3 കൊല്ലത്തോളമായി. ഇതുവരെ കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ പച്ചക്കറികളൊക്കെ നമുക്ക് ഏകദേശം റീപ്ലാന്റ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീപ്ലാന്റ് ചെയ്യാനായിട്ട് പച്ചക്കറി എടുക്കുന്നത് മണ്ണുത്തിയിലുള്ള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ തൈകളാണ്. അപ്പോൾ നമ്മൾ മണ്ണത്തിൽ നിന്ന് തൈകളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി നമ്മൾ ഈ ട്രേയിൽ നിന്ന് ഇങ്ങനെ തൈകൾ വിടിയിച്ചെടുത്തതിന് ശേഷം ഒരു കപ്പിൽ ലേശം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ മുക്കിയെടുത്ത് കഴിഞ്ഞ് നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള ചകിരിച്ചോറും മറ്റു സാധനങ്ങളൊക്കെ കപ്പിൽ പോവും. എന്നിട്ട് നമുക്ക് വേര് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിൽ മെറ്റൽ മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് തൈ വെച്ച് കൊടുക്കുക. തൈ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് മെറ്റൽ ചുറ്റുമിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നടൽ കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ തൈകളൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് കായ തരാൻ തുടങ്ങും. ഇതേപോലെ ഒരു അക്വപോണിക്സ് യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വിഷമടിക്കാത്ത പച്ചക്കറിയും അതുപോലെ നല്ല ഫ്രഷ് മീനും നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിന് ഒട്ടും അധ്വാനം നമുക്കില്ല, അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു അധ്വാനം മാത്രമേ ഉള്ളൂ. അതായത് പച്ചക്കറി ഉണ്ടാകുമ്പോൾ പൊട്ടിക്കുക, പച്ചക്കറി തൈകൾ നടുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീനിന് തീറ്റ കൊടുക്കുക. ഇതല്ലാതെ ഇതിൽ വലിയ മെയിൻ്റനൻസ് വരുന്നില്ല. പിന്നെ ഒരു 2-3 സൈക്കിൾ കഴിയുമ്പോൾ നമുക്ക് ഈ മെറ്റൽ ഒന്ന് ജസ്റ്റ് കുത്തി ഇളക്കി ഒന്ന് വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇതിൽ തന്നെ വെള്ളം അടിച്ച് നമുക്ക് പുറത്തേക്ക് കളയാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് വർക്ക് ചെയ്യണത് മൊത്തം ഒരു ടൈമറിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നനയ്ക്കാനോ വളം ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ഈ മീനിൻ്റെ വിസർജ്യം അടങ്ങിയ വെള്ളമാണ് ഈ ചെടികളുടെ വളം. അതുപോലെ തന്നെ ആ ചെടി അതിലത്തെ അമോണിയം കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ മീനിന് നല്ല ഫ്രഷ് വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു ക്ലോസ് ലൂപ്പ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ടൈമറിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ടൈമർ. ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ 30 മിനിറ്റിലും നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അത് കഴിഞ്ഞ് ആ ഒരു നമ്മൾ ചട്ടി നിറയാനായിട്ടുള്ളൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ഇത് ഓഫ് ചെയ്യും, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ സൈക്കിൾ റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഓഫാക്കി വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ സൈക്കിൾ ഓണാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സബ്മേഴ്സിബിൾ പമ്പുണ്ട്. വളരെ നിസ്സാര വാട്ട്സുള്ള 60 വാട്ട്സിൻ്റെ പഴയ സീലിംഗ് ഫാനിൻ്റെ ഒക്കെ കറണ്ട് ഇത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഓണാവും. ഓണായി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നിറയുന്നത്. ഇത് നിസ്സാര സമയത്തുകൊണ്ട് തന്നെ നിറയും. ഇത് നല്ല ഡിസ്ചാർജ് ഉള്ള പമ്പാണ്. എന്നാൽ ഇതിന് കാര്യമായിട്ടുള്ള കറണ്ട് കൺസപ്ഷൻ ഇല്ല. ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെയൊക്കെ വെള്ളം വന്നു തുടങ്ങി. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ചട്ടിയൊക്കെ നിറഞ്ഞു വരും. ഇപ്പോൾ ഇതിൽ ശരിക്കും കാണാം ചട്ടി ഓട്ടോമാറ്റിക്കായിട്ട് നിറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്താണ് ഒരു ലെവലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു സൈഫൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലുള്ള വെള്ളം വലിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇത് മൊത്തം വലിച്ച് സക്ക് ചെയ്ത് കളയുന്ന ഒരു സൈഫണാണ്. അപ്പോൾ അത് ആ ടൈമർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.2 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് കാണാം 1.2. ഓക്കെ, 1.2 ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയി. നമ്മൾ ആ ടൈം ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓൺ ടൈമും ഓഫ് ടൈമും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊരു 30 മിനിറ്റ് ആയതിന് ശേഷം അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ ഈ സൈഫൺ വഴി അത് ഓട്ടോമാറ്റിക്കായിട്ട് സക്ക് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ല, ഇത് മൊത്തം ഈ വെള്ളം മൊത്തം ഡ്രെയിൻ ആവണ വരെ, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ എയർ വലിക്കണ വരെ ഇതിങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളിതിന് വേണ്ടിയിട്ട് വെള്ളം നനയ്ക്കാനോ അല്ലെങ്കിൽ വളം ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഓരോ അരമണിക്കൂറിൽ ഇതിൻ്റെ വേരിലൊന്ന് ജസ്റ്റ് തട്ടി തലോടി പോവും. അപ്പോൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതിലുണ്ട്. കണ്ടോ, എയർ വലിച്ചു കഴിഞ്ഞപ്പോൾ സൈഫൺ നിന്നു. ഇപ്പോൾ ഇതിൽ ഒരു ഏറ്റവും ലോ ലെവലിൽ ചെറിയൊരു വെള്ളം നിൽക്കും. അത് നമ്മുടെ വേരിനെ ബാധിക്കില്ല. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഒരു അക്വപോണിക്സ് യൂണിറ്റ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് നമ്മൾ സെറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ സർവീസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. താങ്ക് യു.